ലഹരി ഇടപാടിലെ ലേഡി ഡോൺ കീർത്തന അകത്ത്. മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുകളിലെ പ്രധാനി കോഴിക്കോട് പിടിയിലായിട്ടുണ്ട്. മരുതോങ്കര സ്വദേശി KC കീർത്തനയാണ് പിടിയിലായത്. മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വകയിൽ ലക്ഷങ്ങളാണ് കീർത്തനയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. 2 ഗ്രാം MDMA പിടിയിലായ വടകര സ്വദേശിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന് തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. അഭിജിത്ത്, കീർത്തന ലഹരി ഇടപാടിലെ ലേഡി ഡോൺ എന്നാണ് അറിയപ്പെടുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ ഇടപാട് നടത്തുന്ന വ്യക്തി. അങ്ങനെ വന്നാൽ എത്ര അധികം രാസലഹരി ഇവർക്ക് സ്റ്റോക്കായി വരുന്നുണ്ട്, അത് എത്രയോ മനുഷ്യന്മാരിലേക്ക് അത് വിൽക്കുന്നുണ്ട്, എത്ര വലിയ ലഹരി ഇവർ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയല്ലേ ഈ കീർത്തനയും കൂട്ടുന്നത്? ഷിഹാസ്, കീർത്തന ചെറിയ പുള്ളിയല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വടകരയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ കേന്ദ്രം ഈ കീർത്തനയാണ് എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്വേഷണം കീർത്തനയിലേക്ക് എത്തുന്നതും കീർത്തനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം MDMA വടകര സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. ഈ സഫ്വാനാണ് കീർത്തനയിലേക്കുള്ള വഴി പോലീസിന് നൽകുന്നത്. അതായത് പലരിൽ നിന്നും ആവശ്യക്കാരിൽ നിന്നുമൊക്കെ പണം സ്വീകരിക്കുന്നത് കീർത്തനയാണ് എന്നും കീർത്തനയുടെ അക്കൗണ്ട് വഴിയാണ് മയക്കുമരുന്ന് ആവശ്യമുള്ളവർ പണം അയച്ചു നൽകാറുള്ളത് എന്നൊക്കെയുള്ള വിവരം സഫ്വാൻ പോലീസിന് കൈമാറുന്നു. അങ്ങനെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കീർത്തന. പേരാമ്പ്രയിൽ വെച്ച് കീർത്തനയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. പോലീസ് നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ 100 കണക്കിന് ആളുകൾ ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് മയക്കുമരുന്ന് ആവശ്യപ്പെട്ട് പണം അയച്ചിട്ടുണ്ട്. ഇതിന്റെ രീതി എന്നുള്ളത് ഇങ്ങനെയാണ്: ആവശ്യക്കാർ കീർത്തനയ്ക്ക് പണം അയച്ചു നൽകും, മയക്കുമരുന്നൊക്കെ നൽകുന്നത് മറ്റൊരാളാണ്. അതായത് 2 സംഘങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ഈ രീതിയിലുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ വടകരയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും കീർത്തനയെ പോലീസ് പൊക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തും എന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകിയിട്ടുള്ള വിവരം. ശരി അഭിജിത്ത്, എല്ലാവരിലേക്കും അന്വേഷണം എത്തട്ടെ. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക്.